അടിമാലി റിസർവ് വനം കയ്യേറി ഏലം കൃഷി ചെയ്യുന്നതായി പരാതി. അടിമാലി മച്ചിപ്ലാവ് ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഏരിയയിൽപ്പെട്ട റിസർവ് വനമാണ് സ്വകാര്യ വ്യക്തി അതിക്രമിച്ചു കയറി ഏലകൃഷി നടത്തുന്നതായി പരാതി ഉയർന്നിട്ടുള്ളത്. ഏകദേശം 100 ഏക്കറോളമാണ് ചെറിയ മരങ്ങൾ വെട്ടി കൃഷി ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വനങ്ങൾ കയ്യേറുമ്പോൾ വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും ജനജീവിതം ദുസ്സഹമാക്കുമെന്നും കെ ബുൾബേന്ദ്രൻ പറഞ്ഞു. പ്ലാമലക്കുടി, അതുപോലെ കുടകല്ല്, ഒറ്റമരം, കുരങ്ങാട്ടി ഇതെല്ലാം ട്രൈബ് മേഖലയാണ്. റിസർവ് വനവുമായി പങ്കിടുന്ന ഈ പ്രദേശം ഇത് മൂന്നാർ ഫോറസ്റ്റ് ഡിവിഷന്റെയും മാങ്കളം ഫോറസ്റ്റ് ഡിവിഷനുമായി ചേരുന്ന ഭാഗങ്ങളാണ്. റിസർവ് വനം ഇവിടെ ഏറ്റവും കൂടുതൽ ഏലകൃഷിക്കായി ഈ അടുത്ത നാളിൽ ആളുകൾ കയ്യേറുന്ന സ്ഥിതിയാണ് കണ്ടിരിക്കുന്നത്. അടിമാലി കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വ്യക്തി ഒരു വർഷത്തിന് മുമ്പായി ഇവിടെ 100 കണക്കിന് ഏക്കർ സ്ഥലം കയ്യേറുകയും അവിടെ മരങ്ങൾ വെട്ടി അതുപോലെ ഈറ്റ, വന്യജീവികളുടെ തീറ്റയായ ഈറ്റ, പീതാളെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഏലകൃഷി നടത്തി വരികയാണ്. ഇത് മച്ചിപ്ലാവ് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് പരിധിയാണ്. അവിടുത്തെ ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ഈ വ്യാപകമായ കയ്യേറ്റം നടന്നിരിക്കുന്നത്. ഇതിനു മുൻപ് റിസർവ് വനം കയ്യേറി കൃഷി നടത്തിയവരെ റവന്യൂ വകുപ്പ് ഇടപെട്ട് ഒഴിപ്പിച്ചതാണ്. ഇതിന് പിന്നാലെയാണ് വീണ്ടും കയ്യേറ്റ ശ്രമം ഉണ്ടായിരിക്കുന്നത്. ചില വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് റിസർവ് വനം കയ്യേറിയിരിക്കുന്നതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. വനമേഖല കയ്യേറുന്നതോടെ വന്യജീവി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും പ്രദേശത്ത് താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. വനത്തിൽ കയറി കൃഷിക്ക് ആവശ്യമായ ഈറ്റകൾ വെട്ടുന്നതും കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. എത്രയും വേഗം റിസർവ് വനത്തിലുള്ള കയ്യേറ്റം തടയണമെന്നും ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. കേരള വൺ മലയാളം, അടിമാലി.